രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന സിനിമാ താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം. കെ.ബി. ഗണേഷ് കുമാർ. അഭിനേതാവായ ഗണേഷ് കുമാർ 2001 പത്തനാപുരം CPI നേതാവ് പ്രകാശ് ബാബുവിനെ തോൽപ്പിച്ചാണ് രാഷ്ട്രീയത്തിൽ വന്നത്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള ചലച്ചിത്ര നടനായ അദ്ദേഹം 2001 മുതൽ കേരള കോൺഗ്രസ് പാർട്ടിയെ പിന്തുണച്ചിരുന്നു. അദ്ദേഹം 2015 LDF പാർട്ടിയിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു. ഇന്നസെൻ്റ് 5 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന സിനിമാ കരിയറിൽ 750-ലധികം സിനിമകളിൽ ഭാഗമായ നടനാണ് ഇന്നസെൻ്റ്. ഹാസ്യവേഷങ്ങളാണ് അദ്ദേഹം കൂടുതലും ചെയ്തത്. ചാലക്കുടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ എത്തിയ താരമാണ് അദ്ദേഹം. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നു ഇന്നസെൻ്റ്. സുരേഷ് ഗോപി. മലയാള സിനിമയിലെ മുൻനിര നായക നടനായിരുന്നു സുരേഷ് ഗോപി. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ BJP MP ആയിരുന്നു സുരേഷ് ഗോപി. കോളേജ് പഠനകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണച്ചും പിൽക്കാലത്ത് കോൺഗ്രസ് പാർട്ടിയോടും ആരാധന പുലർത്തിയിരുന്ന അദ്ദേഹം 2016 ഔദ്യോഗികമായി ഭാരതീയ ജനതാ പാർട്ടി BJPയിൽ ചേർന്നു. മുകേഷ്. 275-ലധികം സിനിമകളിൽ അഭിനയിച്ച മികച്ച അഭിനേതാവാണ് മുകേഷ്. അദ്ദേഹം CPIM അംഗമാണ്. കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നുമാണ് അദ്ദേഹം കേരള നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. MGR. മരത്തൂർ ഗോപാലചന്ദ്രൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം MGR എന്ന 3 അക്ഷരങ്ങളിൽ ചുരുങ്ങി. രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിച്ച അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലായിരുന്നുവെങ്കിലും പിന്നീട് MGR DMKയിൽ ചേക്കേറി. പിന്നീട് പാർട്ടി നേതാക്കന്മാരുമായി തെറ്റിപ്പിരിഞ്ഞ അദ്ദേഹം AIADMK എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. 1977 മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. ഭാരതത്തിൽ ആദ്യമായി മുഖ്യമന്ത്രിയായ സിനിമാ താരമായിരുന്നു MGR. ജയലളിത. MGRന് ശേഷം AIADMKയുടെ കസേര ഏറ്റെടുത്തത് 100-ലധികം സിനിമകളിലെ നടിയായിരുന്ന ജയലളിതയായിരുന്നു. തലൈവി എന്ന നാമം അവർക്ക് സ്വന്തമായി ലഭിച്ചു. തമിഴ്നാടിൻ്റെ 2ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായിരുന്നു ജയലളിത. MGR 80കളിൽ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച വിജയകാന്ത് മുർപോക്ക് ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയിലൂടെയാണ് രാഷ്ട്രീയത്തിൽ ചുവടുവെച്ചത്. നെപ്പോളിയൻ. മലയാളികൾക്ക് നെപ്പോളിയൻ പ്രിയങ്കരനായത് ദേവാസുരം എന്ന ഒറ്റച്ചിത്രത്തിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ DMKയോടൊപ്പമായിരുന്നു. പിന്നീട് BJP പാർട്ടിയിലേക്ക് ചേക്കേറി.